കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റ് 34ാമത് വാർഷിക സമ്മേളനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ബി. പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റ് 34ാമത് വാർഷിക സമ്മേളനം പത്തിയൂർ പടിഞ്ഞാറ് NSS കരയോഗ മന്ദിരം ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ബി. പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗവൺമെന്റ് അടുത്ത 25 വർഷത്തിനുള്ളിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ സാമൂഹ്യ പുരോഗതി എങ്ങനെയാണോ ആ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നവകേരളം എന്നുള്ള ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് കുറേയധികം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയാണ്. ആ പ്രോജക്റ്റുകളെ പറ്റിയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരെക്കാട്ടിലും എല്ലാം വളരെയധികം വായനാശീലവും അതുപോലെ തന്നെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. N. ഗോപാലകൃഷ്ണപിള്ള പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് അധ്യക്ഷയായി. നമ്മുടെ അവകാശങ്ങൾ ഉദാഹരണത്തിന് പരിഷ്കരണം, ക്ഷമാശ്വാസം, ഇതിലൊക്കെ ഒരു ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനങ്ങളാണ് അതിനകത്ത് പ്രധാനം. ഒരു ഗവൺമെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന് എന്ന് പറയുന്നത് പെൻഷൻകാർക്ക് വേണ്ടിയോ ജീവനക്കാർക്ക് വേണ്ടിയോ മാത്രമല്ല. അങ്ങനെയാണല്ലോ പ്രചരണം. ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുതെ നീട്ടിപ്പോറ്റുന്ന സർക്കാർ എന്നൊക്കെയുള്ള അപവാദങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് പി. ശശികുമാരൻ പിള്ള സ്വാഗതം പറഞ്ഞു. ലത കെ. മംഗലത്ത് അനുസ്മരണം നടത്തി. M. ശശിധരനാചാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ. രത്നമ്മ, ആനന്ദൻ R, PV അലക്സ്, R. ബാഹുലേയൻ പിള്ള എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ G. ഹരികുമാർ, ശ്രീജിത്ത് പത്തിയൂർ, ലിഷ അനുപ്രസാദ്, B. ഹരികുമാർ, ലത കെ. മംഗലത്ത് എന്നിവരെയാണ് ആദരിച്ചത്. പി. ഗോപാലകൃഷ്ണപിള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. G. സുരേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പത്തിയൂർ ശ്രീകുമാർ, B. ഗോപകുമാർ, G. സുരേഷ്, പ്രസന്ന നാചാരി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.